നമസ്കാരം. കേരളത്തിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2021 കാലത്താണ്. ആ വർഷം നമുക്ക് ഏവർക്കും അറിയാം, നമ്മളാരും ഉടനെയൊന്നും മറക്കാനും പോകുന്നില്ല. ആ സമയം, അതായത് കോവിഡ് ലോക്ക്ഡൗൺ സമയമായിരുന്നു. ആ സമയത്ത് ബഹുഭൂരിപക്ഷം മലയാളികളും വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പണിയില്ല, ജോലിയില്ല, ശമ്പളമില്ല, വരുമാനമില്ലാത്ത ഒരു കാലമായിരുന്നു. ആ സമയത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷവും വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു അന്നത്തെ പിണറായി സർക്കാർ അവതരിപ്പിച്ച സൗജന്യ കിറ്റ് എന്ന സംഗതി. കിറ്റ്, ആ സമയത്ത് ഈ കിറ്റ് ലഭിച്ച പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാത്ത ആളുകൾ അതൊരു വലിയ നല്ല സൽപ്രവൃത്തിയായിട്ട് ചിന്തിച്ചു. അങ്ങനെ തീർച്ചയായിട്ടും രണ്ടാമത് പിണറായി സർക്കാരിന് അധികാരം കിട്ടാൻ കാരണം അതിൽ ഒരു മുഖ്യ പങ്ക് ഈ കിറ്റ് എന്ന സംഗതിക്ക് തന്നെയായിരുന്നു. അവർ തന്നെ അത് പിന്നീട് സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു. അതായത് കേന്ദ്രം കൊടുത്ത കടലയും പരിപ്പും പയറും തുടങ്ങിയ സാധനമൊക്കെ ഒരു സഞ്ചിയിലാക്കി പിണറായിയാണ് തരുന്നത് എന്ന ഭാവേന അവർ തന്ന് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വോട്ട് തട്ടുകയായിരുന്നു എന്ന സത്യം പിന്നീട് പുറത്തു വന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതാ ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് വീണ്ടും വരുന്നു കിറ്റ് പോലെ മറ്റൊരു സംഗതി. ഇത്തവണ പക്ഷേ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു കിറ്റല്ല, അരിയാണ് വരുന്നത്. അതും നമ്മൾ നാട്ടിൽ 40-44 രൂപയൊക്കെ വില വരുന്ന അരി ഒരു കിലോയ്ക്ക് 29 രൂപ എന്ന കണക്കിൽ കേന്ദ്ര സർക്കാർ, അതായത് മോദി സർക്കാർ ജനങ്ങൾക്ക് നൽകാൻ തുടങ്ങിയിരിക്കുന്നു. അത് അരിയായിട്ട് വല്ല റേഷൻ കട വഴിയോ സപ്ലൈകോ വഴിയൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഒരു കെ അരിയെന്നോ കെ കിറ്റെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പേരിട്ടുകൊണ്ട് അതും പിണറായി സർക്കാരിന് ക്രെഡിറ്റ് അടിച്ചു മാറ്റാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, മോദി ഇത്ര ദുഷ്ടതരം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തൊരു ദുഷ്ടന ആ നരേന്ദ്രമോദി. കണ്ടില്ലേ, അരി മാത്രമല്ല അരിക്കൊപ്പം അതിടാനുള്ള സഞ്ചി കൂടി ഇറക്കിയിട്ട് അതിനൊരു പേരും ഇട്ട് കൊടുത്തിരിക്കുന്നു, ഭാരത് റൈസ് എന്ന്. കെ റൈസ് എന്നോ കെ അരി എന്നോ ഇടാനുള്ള ഒരു ചാൻസാണ് ദുഷ്ടൻ നശിപ്പിച്ച് കളഞ്ഞത്. എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പേരിൽ വരുന്ന ഒരു അരി അത് എൻ്റേതാണ് എന്ന് പറഞ്ഞ് പിണറായിക്ക് മേനി നടിക്കാൻ പോലും പറ്റില്ല. നമുക്കറിയാം ആ സമയത്ത് വലിയ ഫ്ലെക്സ് വരെ വെച്ചിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നം തരുന്നവൻ ആരോ അതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ വലിയ ഫ്ലെക്സ് വരെ വെച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പുതിയൊരു പേര് കൂടി കിട്ടിയിരുന്നു, പച്ചരി ദൈവം എന്ന പേര് കൂടി. അങ്ങനെയുള്ള ആ ഫ്ലെക്സ് അടിക്കാനുള്ള സാധ്യത കൂടിയാണ് നരേന്ദ്രമോദി നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇവർ ചെയ്യുന്ന ഇത്തരം ചില കാര്യങ്ങൾ, അതായത് കേന്ദ്രത്തിൻ്റെ പദ്ധതികളും ഇതുപോലെ നൽകുന്ന സൗജന്യങ്ങളുമൊക്കെ സ്വന്തം പേരിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റി അതിന് വോട്ടും മേനിയും നടിച്ച് നടക്കുന്നുണ്ടോ എന്ന വിവരം ഒരുപക്ഷെ നരേന്ദ്രമോദിയും കൂട്ടരും അറിഞ്ഞതുകൊണ്ടാവാം ദാ ഇപ്പോൾ അവർ കൊടുക്കുന്ന വില കുറച്ച് കൊടുക്കുന്ന അരിക്ക് അരിയായിട്ട് മാത്രമല്ല, അത് ചാക്കിൽ കയറ്റിയല്ല കൊടുക്കുന്നത്, അത് 10 കിലോ അല്ലെങ്കിൽ 1 കിലോ ആ രീതിയിൽ പാക്ക് ചെയ്ത് ഭാരത് റൈസ് എന്ന പേരുമിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉഡായിപ്പൊന്നും പഴയ പോലെ നടക്കില്ല എന്ന് പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കട്ടെ. എപ്പോഴും ആരുടെയെങ്കിലും ചെലവിൽ മേനി നടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും വല്ലാത്ത ചെയ്ത്തായി പോയി കേട്ടോ നരേന്ദ്രമോദിജി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.